friends, welcome to I Choose New World. ഹായ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ അമൃതപ്പൊടി കൊണ്ട് വാഴയിലയിൽ വെച്ചിട്ടുണ്ടാക്കുന്ന അടയാണ് ഉണ്ടാക്കുന്നത്. അമൃതപ്പൊടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ന്യൂട്രീഷ്യസ് അടങ്ങിയിട്ടുള്ള ഒരു പൊടിയാണ് അമൃതപ്പൊടി. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അങ്കണവാടിയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ് അമൃതപ്പൊടി. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇത് കഴിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അവർക്ക് കഴിക്കാൻ കുറച്ചും കൂടി ഇഷ്ടമുണ്ടാവും. ഞാനിതിൻ്റെ മുന്നേ അമൃതപ്പൊടി കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെയും പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെയും പിന്നെ അമൃതപ്പൊടിയും പഴം വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് അട ഉണ്ടാക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് അമൃതപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം തിളപ്പിച്ചിട്ട് ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് നമുക്ക് ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിന് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് ഞാൻ 4 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ശർക്കര പാനി തയ്യാറാക്കാം. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ശർക്കര പെട്ടെന്ന് അലിയണ ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിയുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ശർക്കര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ശർക്കര പാനി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിലപ്പോൾ ഈ ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. എന്നിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടയിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് മെൽറ്റ് ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടയിലേക്കുള്ള ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഡോ വാഴയിലയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. അതിന് മുന്നേ നമുക്ക് സ്റ്റീമർ റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഴയിലയിൽ പരത്തിയെടുക്കുമ്പോഴേക്കും സ്റ്റീമർ ചൂടായിട്ടുണ്ടാവും. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഡോയിൽ നിന്ന് ഒരു വലിയ ഉരുള എടുത്തിട്ട് വാഴയിലയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം.
കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയും ശർക്കരയും വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഇതുപോലെ 1 ഇഞ്ച് ഇട്ടിട്ട് തേങ്ങയുടെ ഫില്ലിങ് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ മടക്കി വെക്കാം. ആ സൈഡൊക്കെ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് തയ്യാറാക്കാം. മൂന്നോ നാലെണ്ണോ ഇതുപോലെ ആക്കിയെടുത്താൽ നമുക്ക് സ്റ്റീമറിലേക്ക് വെക്കാം. എല്ലാതും പരത്തിയെടുക്കാനായിട്ട് കാത്തു നിൽക്കണ്ട. ഇപ്പൊ നമ്മുടെ സ്റ്റീമർ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അട റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് നോക്കാം. അപ്പൊ നമ്മുടെ അമൃതപ്പൊടി കൊണ്ടുള്ള ഇലയട റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.